ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോകാം. ഓക്കെ, ഇവിടെ പറഞ്ഞ കാര്യം നമുക്കൊന്ന് നേരിട്ട് നോക്കാം. ABC മാനുഫാക്ചറിംഗ് കമ്പനി പ്രൊഡ്യൂസസ് എ സിംഗിൾ പ്രൊഡക്റ്റ് X. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഇസ് അവൈലബിൾ ഫോർ ദി മന്ത് ഓഫ് ജൂലൈ. Raw material consumed 50,000, direct wages 20,000, direct expense 5,000, factory overhead 15,000, administration overhead 10,000, selling and distribution overhead 8,000. The profit on sales എന്നുള്ളതാണ്, സെയിൽ എന്നുള്ളതായിട്ടുള്ളൂ, സെയിലേ എന്നൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. പ്രോഫിറ്റ് ഓൺ സെയിൽസ് അഥവാ 20% ഓൺ സെയിൽസ് ആണ് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ഓൺ സെയിൽസ് ആണ് അവർ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് ഓൺ സെയിൽസ് 20% ആണ് അവർ പറയുന്നത്. Prepare cost sheet to calculate the total cost and cost per unit if 1000 units were produced. അപ്പോൾ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് പെർ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും കൂടി നമുക്ക് ഇതിന് മനസ്സിലാക്കാം. സെയിം ഫോർമാറ്റ് തന്നെ പെർ യൂണിറ്റ് ചോദിച്ചത് കൊണ്ട് വി വിൽ ആഡ് 1 more column ടു ദി മിക്സ്. ഓക്കെ അല്ലേ? 1 more column എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമൗണ്ട് കോളം നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ കൊടുക്കും, ഒരു പെർ യൂണിറ്റ് കോളവും നമ്മൾ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഈസിലി എന്ത് ചെയ്യാം, രണ്ടും ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് പോകാം. ഓക്കെ അല്ലേ? യെസ്, ഗുഡ്. അപ്പോൾ നെക്സ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് മെറ്റീരിയൽ എന്ത് ചെയ്ത് വെക്കും. ഡയറക്റ്റ് മെറ്റീരിയൽ ക്വസ്റ്റ്യനിൽ നോക്കുക 50,000 ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. 50,000 എമൗണ്ട് കൊള്ളാൻ രണ്ടാമത്തെ രീതിയിലാണ് ഇത് പെർ യൂണിറ്റ് ആണ്. 50,000 എഴുതി. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ്, ഒരു ചെറിയൊരു എററായിട്ടുണ്ട്, ഞാൻ ഒന്നും കൂടി ഒന്ന് വരക്കാം. ഓക്കെ, ഗുഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക, തന്ന ഡാറ്റ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, കോളം വരക്കുന്നു. യെസ്, 1 second ആൻഡ് ഓക്കെ. അപ്പോൾ നമുക്ക് 2 കോളാണുള്ളത്, ഒന്ന് പെർ യൂണിറ്റും ഒന്ന് ടോട്ടൽ എമൗണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അത് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ എമൗണ്ട് കോളം നമ്മൾ എഴുതുന്നു, ഇവിടെ പെർ യൂണിറ്റ് കോളം എഴുതുന്നു. ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ 50,000 എമൗണ്ട് ആണ്. പെർ യൂണിറ്റ് കാണാൻ പറയുമ്പോൾ നമ്മൾ ഈ പെർ യൂണിറ്റ് കോളത്തിൽ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് എത്രയാണോ യൂണിറ്റ്സ് അതിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല. അപ്പോൾ 50,000 ഡിവൈഡ് ബൈ 1000 എത്രയാണ് വരിക, 50 ആണ് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ 50 നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ അഥവാ ഡയറക്റ്റ് വേജസ് അവർ തന്നിട്ട് 20,000 ആണ്. വിൽ റേറ്റ് ഇസ് 20,000 ആൻഡ് അതിൻ്റെ പെർ യൂണിറ്റ് എത്ര ഉണ്ടാവുക, 20 ആണ് ഉണ്ടാവുക. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് 5,000 rupees ആണ്. ഓക്കെ, പ്രോബ്ലം ഉണ്ടോ? ഇല്ല. ഡയറക്റ്റ് എക്സ്പെൻസ് 5,000 ആണ്, വിച്ച് മീൻസ് ₹5 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റ് നമുക്ക് ചെയ്യാം, ആഡ് ചെയ്യാം. മൂന്നും കൂടി ആഡ് ചെയ്താൽ 55 + 20,000 75,000. therefore it will be 75 rupees. ഓക്കെ അല്ലേ? ഡിവൈഡ് ചെയ്താലും മതി, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, പ്രൈം കോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യാം. ഹൗ മച്ച് ഈസ് ദ ഫാക്ടറി ഓവർ ഹെഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് വാസ് 15,000. ഹൗ മച്ച്, 15,000. therefore ഫാക്ടറി ഓവർ ഹെഡ് പെർ യൂണിറ്റ് 15 rupees ആണ് വരിക. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ആഡ് ചെയ്യണ്ടേ, ഇത് ആഡ് ചെയ്യണം. അപ്പോൾ എന്താ കിട്ടുക, പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ്. ഫാക്ടറി കോസ്റ്റ് എത്ര ഉണ്ടാവുക, ഫാക്ടറി കോസ്റ്റ് യു വിൽ ഗെറ്റ് 90,000. ഓക്കെ, മൈ മിസ്റ്റേക്ക്, 90,000 ആണ് ഉണ്ടാവുക. therefore 90 പെർ യൂണിറ്റ് ആണ് ഫാക്ടറി കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ടാവുക. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് എന്ത് ചെയ്യണം, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ഈസ് ഈക്വൽ ടു 10,000 ആണ് വരുന്നത്. ഓക്കെ, therefore 10 rupees ഉണ്ടായിരിക്കും. therefore ടോട്ടൽ 1 lakh rupees എത്ര ഉണ്ടാവുക, 1 lakh rupees ആണുള്ളത്. ഓക്കെ, ഗുഡ് സാർ. അഡ്മിനിസ്ട്രേഷൻ ഓവർ 100 rupees വരും. 1 lakh rupees. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ഏത് കിട്ടുന്ന ഈ 1 lakh rupees നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്താ വിളിക്കുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ അല്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ തന്നിട്ടുണ്ട്, നമ്മൾ എഴുതി. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഉണ്ട്. അപ്പോൾ ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഹൗ മച്ച് ഇറ്റ് ഈസ് ദർ ഗിവൺ, ഇറ്റ്സ് 8,000. ഓക്കെ, 8,000 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, 8,000 ആണ്. therefore 8 rupees ആൻഡ് ആഡ് ചെയ്താൽ 1,08,000 വരും. therefore 108 ഉണ്ടാവും. അപ്പോൾ നമ്മളോട് ഒരു ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ പറഞ്ഞപ്പോൾ നമുക്ക് അഥവാ കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് കിട്ടി. കോസ്റ്റ് ഓഫ് സെയിൽസ് എത്ര, 108 ആണ് പെർ യൂണിറ്റ് വരിക. അഥവാ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടി. അത് മാത്രമല്ലല്ലോ, സെയിൽസ് ആണ് പ്രോഫിറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആഡ് ചെയ്യാം. നോക്കുമ്പോൾ പ്രോഫിറ്റിൻ്റെ ഡാറ്റ ഒന്ന് നോക്കാം നമുക്ക്.
പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ് എന്നല്ലേ പറഞ്ഞത്. 20% ഓൺ സെയിൽ എന്ന് പറഞ്ഞാൽ ഹിയർ സെയിൽ അവൈലബിൾ ആ ക്വസ്റ്റ്യനിൽ എവിടെ എന്തില്ല, സെയിൽസ് എത്രയാണോ സെല്ലിംഗ് പ്രൈസ് എത്രയാണോ അറിയില്ല. അപ്പോൾ സെയിൽ അറിയില്ല, അപ്പോൾ എങ്ങനെ പ്രോഫിറ്റ് കിട്ടും സാറേ എന്നുള്ളൊരു ചോദ്യം വരും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് സെയിൽ അറിയില്ല, പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 20% ഓൺ സെയിലാണെന്ന് പറയാം. അപ്പോൾ സെയിൽ അറിയില്ലല്ലോ, ഇവിടെയാണ് നമ്മൾ വർക്കിംഗ് നോട്ടിൽ പോയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ. വർക്കിംഗ് നോട്ട് 1 എന്നുള്ള രീതിയിൽ കൊടുക്കുക, താഴേക്ക് പോവുക, വർക്കിംഗ് നോട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ അല്ലേ. കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് ഓക്കെ അല്ലേ. ഈ ഒരു പ്രോഫിറ്റ് കാൽക്കുലേഷൻ ചില കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും, ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. അക്കൗണ്ട്സിൽ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ കോസ്റ്റിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കാറുണ്ട്. ഞാൻ എന്തായാലും ഈ ഭാഗത്ത് വരുന്ന ചെറിയ 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്ത് ചെയ്യുക കാൽക്കുലേഷൻസ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ എന്ത് ചെയ്യും ഒരു സെപ്പറേറ്റ് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇതിനെ കൂടെ അറ്റാച്ച് ചെയ്യാം. ഓക്കെ അല്ലേ. പ്രോഫിറ്റ് കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ അതിൽ എന്ത് ചെയ്യുക, ആദ്യം തന്നെ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു പ്രശ്നമില്ല. അത് ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് തീരുന്നതോടുകൂടി നമ്മൾ ഈ ഭാഗത്ത് എല്ലാ കാര്യങ്ങളും മാസ്റ്റർ ചെയ്യണം. അപ്പോൾ കോഡ് ഷീറ്റിൽ വരാവുന്ന ഒരു ടഫായിട്ട് ചോദിക്കാവുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ പ്രോഫിറ്റ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും സാറേ, നമുക്ക് ഹൈഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഹൈഡ് ആയിരിക്കുന്നത് സെയിൽസ് ആണ്. സെയിൽസ് അറിയില്ലല്ലോ, ആ സെയിൽസിന് മുകളിൽ പ്രോഫിറ്റും കാണണം. അപ്പോൾ അറിയാത്ത സാധനം നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ സെയിൽസ് അറിയില്ല, ദെർഫോർ സെയിൽസ് ഈസ് ഈക്വൽ ടു ഞാൻ എന്തെടുക്കാം, ലെറ്റ്സ് ടേക്ക് ഈസ് 100 രൂപയാണ് സെയിൽസ് എന്ന് എടുക്കാം. ഓക്കെ അല്ലേ. സെയിൽസ് 100 ആണ്. ഓക്കെ ഗുഡ്. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, പ്രോഫിറ്റ് ആഡ് ചെയ്യണം. അതിൻ്റെ മുകളിലാണ് പ്രോഫിറ്റ് അവർ തന്നുള്ളത്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഈ സെയിൽസിൻ്റെ 20% അല്ലേ. അപ്പോൾ 100 റുപ്പീസ് സെയിൽസ് ആണെങ്കിൽ അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാവും, 100 × 20% ഈസ് ഈക്വൽ ടു എത്ര ഉണ്ടാവും, 20 ആണ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ സെയിൽസ് 100 പ്രോഫിറ്റ് 20. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു അല്ലേ സെയിൽസ് എന്ന് പറയുന്നത്. അതായത് 100 രൂപ എന്ന് പറയുന്നത് കോസ്റ്റും പ്രോഫിറ്റും കൂടി കൂട്ടിയതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ വിളിക്കാം സാർ. ഓക്കെ നമുക്ക് നോക്കാം. അതായത് സെയിൽസ് 100 ആണ് എങ്കിൽ സെയിൽസിൽ നിന്ന് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. അപ്പോൾ 100 റുപ്പീസ് സെയിൽസ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കുറക്കാം, പ്രോഫിറ്റ് 20 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് കോസ്റ്റ് 80. ഈ 80 എന്ന് പറയുന്നത് അതിൻ്റെ പ്രപ്പോർഷനല്ലേ. അതായത് സെയിൽസ് 100 ആണെങ്കിൽ അത് 20% എന്താണ് പ്രോഫിറ്റ് ആണെങ്കിൽ ബാക്കി 80% എന്താണ് സെയിൽസ് കോസ്റ്റാണ്. അപ്പോൾ 20% പ്രോഫിറ്റും 80% കോസ്റ്റും കൂട്ടിയിട്ടാണ് 80% കോസ്റ്റും കൂട്ടിയിട്ടാണ് നമുക്ക് 100% സെയിൽസ് കിട്ടിയത്. വൺസ് മോർ, അതായത് 100% സെയിൽസ് 20% പ്രോഫിറ്റ് ഒഴിച്ചാൽ ബാക്കി 80% ഓഫ് എന്താണ് കോസ്റ്റാണ്. ഈ കോസ്റ്റിൻ്റെ വാല്യൂ അറിയാം. ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് അല്ലേ. നമുക്കറിയാമല്ലോ സാറേ, എവിടെ കോസ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്, 108,000 1,08,000 എത്രയാണ് വരുന്നത്, 1,08,000. ക്ലിയർ അല്ലേ. അപ്പോൾ 1,08,000 ആണ് അത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 1,08,000 വെച്ച് അതിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയാലോ. യെസ്. അപ്പോൾ എങ്ങനെ 1,08,000 വെച്ച് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കാം. നമുക്ക് 1,08,000 വെച്ചിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അത് 80% ആണെങ്കിൽ അതിനെ 100%ലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വർക്ക്. എങ്ങനെയാണ് നമ്മളത് ചെയ്യുക, ഈ 1,08,000 ഡിവൈഡഡ് ബൈ 80 × 100 ചെയ്യാം. അങ്ങനെ ചെയ്യാം. 1,08,000 ഡിവൈഡ് ബൈ 80 × 100 ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കാൽക്കുലേഷനിൽ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. ഞാനത് ഒരു മിനിറ്റ് എമൗണ്ട് പറഞ്ഞുതരാം. ഇറ്റ് വിൽ ബി ഓക്കെ, 1,08,000 ഡിവൈഡഡ് ബൈ 80 × 100 യു വിൽ ഗെറ്റ് 1,35,000. അപ്പോൾ സെയിൽസ് നമുക്ക് നേരെ കണ്ടെത്തി 100%. ഇനി പ്രോഫിറ്റ് ഇതിൻ്റെ മേലെ പെർസെൻറ്റേജ് അടിച്ച് കണ്ടെത്താം, അല്ലെങ്കിൽ നേരെ നമ്മളിവിടെ കൊണ്ടുപോയി എഴുതി വെക്കുക. കാരണം നമുക്കറിയാം പ്രോഫിറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ട്. പ്രോഫിറ്റ് കോസ്റ്റ് ഓഫ് സെയിൽ പ്ലസ് പ്രോഫിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സെയിൽസ് കിട്ടും. ഇറ്റ് ഈസ് 1,35,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ എഴുതി വെക്കാം 1,35,000. ഇത് എഴുതി വെക്കാം 1,35,000 എഴുതി വെക്കാം. ദെർഫോർ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഡിഫറൻസ് വരുന്ന എമൗണ്ടാണ് നമ്മുടെ പ്രോഫിറ്റ്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് 27,000. ഓക്കെ അല്ലേ. ദെർഫോർ സെല്ലിംഗ് പ്രൈസ് 135 കിട്ടും. പ്രോഫിറ്റ് പെർ യൂണിറ്റ് യു വിൽ ഗെറ്റ് 27 കിട്ടും. ഓക്കെ അല്ലേ. ഇതാണ് അതിൻ്റെ വാല്യൂ വരിക. ഓക്കെ അല്ലേ. അണ്ടർസ്റ്റാൻഡബിൾ ആണോ. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, എമൗണ്ട് ഓഫ് സെയിൽസ് വരിക. ഓക്കെ ഗുഡ്. ഇതാണ് അതിൻ്റെ വാല്യൂ വരിക. ബുദ്ധിമുട്ടുണ്ടോ, ഇല്ലല്ലോ. ഇതാണ് അതിൻ്റെ വാല്യൂ വരിക കേട്ടോ. ഓക്കെ ഗുഡ്.
അപ്പോൾ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു മിസ്സിംഗ് ഫിഗർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒന്ന്, എന്താണോ മിക്സിംഗ് ഫിഗർ അതിൻ്റെ മുകളിലാണ് തന്നത്. നമുക്ക് ആദ്യം ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് തന്നത് കോസ്റ്റ് ആണോ സെയിൽസ് ആണോ. കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം, കോസ്റ്റ് ഇല്ലെങ്കിലോ അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്, മിക്സിംഗ് ഫിഗറിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. അപ്പം നോക്കുക കോസ്റ്റ് തന്നിട്ടുണ്ടോ നോക്കുക, എന്നിട്ടാണ് ചെയ്യാനതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടുത്തെ കേസിൽ സെയിൽസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ നോക്കുന്ന സെയിൽസ് നമുക്കറിയില്ല. അപ്പോൾ സെയിൽസിനെ ഞാൻ 100 ആക്കി എടുത്തു. സെയിൽസിന് മുകളിൽ പ്രോഫിറ്റ് 20 വരിക. ദെർഫോർ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും? 80 ഉണ്ടാവുക. ഇതിൻ്റെ വാല്യൂ 1,08,000 ആണ്. ഇതിൻ്റെ വാല്യൂ 1,08,000 ആണ്. ഓക്കെ അല്ലേ. ഇതിൻ്റെ വാല്യൂ 1,08,000 ആണ് വരിക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചിട്ടുള്ള ബാക്കി കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ. ഇതാണ് അതിൻ്റെ ഐഡിയ. ക്ലിയർ അല്ലേ? 1,08,000. അപ്പോൾ 80% അതാണെങ്കിൽ നമുക്ക് 100% കാണാൻ വളരെ എളുപ്പമാണ്. 1,08,000 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 വി വിൽ ഗെറ്റ് 1,35,000. ഈ കാൽക്കുലേഷൻ മറക്കാതിരിക്കുക. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ചെയ്ത്. ഇതിൻ്റെ മേലെ നേരെ 20% അടിച്ചാൽ നമുക്ക് കിട്ടൂട്ടാ. 20% അടിച്ചാൽ നമുക്ക് 27,000 തന്നെ കിട്ടും. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഞാനപ്പോൾ ആ കാൽക്കുലേഷൻ അവിടെ ചെയ്തില്ല എന്നുള്ളൂ. നേരെ നമുക്ക് പ്രോഫിറ്റ് ഡിഫറൻസ് കണ്ടാലും പ്രോഫിറ്റ് കാണാമല്ലോ. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓൺ സെയിൽസ് രണ്ട് നമുക്ക് കൺഫേം ചെയ്യാനും പറ്റും. ഓക്കെ അല്ലേ. ആ 20% 27 ആയിരിക്കും. നമ്മൾ മൈനസ് ചെയ്താൽ 27 ആയിരിക്കും. അതോടുകൂടി നമുക്ക് ഉറപ്പിക്കാനും പറ്റും. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ സെക്കൻഡായിട്ട് നമുക്ക് അതിൽ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ. ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറേ മിസ്സിംഗ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, എക്സ്ട്രാ ആയിട്ട് തരാം കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അതിൻ്റെ ഒരു സെഷനായിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ സെറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ആ ടേംസുകളൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്ത് അതിലേക്ക് പോകാം കേട്ടോ. ഓക്കെ സെറ്റ്.